ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതുകൊണ്ടായിരിക്കും മേ ബി ബിലീവ് ചെയ്യാത്തത്. ബട്ട് കുറേ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത്ര ഒരു, പക്ഷെ അങ്ങനെ പറഞ്ഞാലും രാത്രി ഒരു 12:30 ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉറങ്ങാൻ ലേറ്റ് ആവുമല്ലോ. അപ്പൊ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഫീലിംഗ് വരാറുണ്ട്. അപ്പൊ ഞാൻ അമ്മേന്റെ പേടിയൊന്നുമല്ല, പക്ഷെ രാത്രി 12 കഴിഞ്ഞാൽ പേടി വരും ഇടയ്ക്ക്. അപ്പൊ ഞാൻ അമ്മേന്റെ ഡോറിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്ന് അമ്മേനെ ജീവനോടൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോയി കിടന്നു. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവുക. ഓക്കെ. ഹാവ് യു ട്രൈഡ് എനി അഡ്വെഞ്ചർ? അഡ്വെഞ്ചർ? എന്ത് അഡ്വെഞ്ചർ? എന്തെങ്കിലും? ഇല്ല. ഇല്ല. എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണ്ടേ? ബഞ്ച് ജമ്പിങ് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യേ. സമയം കിട്ടാറില്ല. ഓക്കെ. ഏതെങ്കിലും ഒരു ഹോബി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യണമെന്ന്? ഹോബി ആയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് പഠിക്കണം. പക്ഷെ ഹോബി അല്ല ഐ ഗസ് അത്. പക്ഷെ ഹോബി ആയിട്ട് വേറെ എന്താ? ലൈസൻസ് എടുത്തോ? അതാണ് ലൈസൻസ് എടുക്കാൻ. എന്നിട്ട് ഓടിക്കാൻ അറിയോ? ഡിപ്പെൻസ് ഓൺ ഹൂ യു ആസ്ക്. എൻ്റെ ഏട്ടൻ്റെ ചോദിച്ചാൽ ഏട്ടൻ പറയും കാർ ഒരിക്കലും കയ്യിൻ്റെ അടുത്ത് കൊടുക്കരുതെന്ന്. പക്ഷെ ചില വേറെ ആൾക്കാരടുത്ത് ചോദിച്ചാൽ ഏട്ടനൊരു ഭ്രാന്തനാണ്. ഏട്ടന് ഭയങ്കര സ്ട്രെസ്സാണ് ഞാൻ ഓടിക്കുമ്പോൾ. അപ്പൊ ഏട്ടന് എന്നെ കൊണ്ട് ഓടിപ്പിക്കാൻ പേടിയാണ്. ഓടിക്കോ? അറിയോ? പക്ഷെ ഞാൻ ആക്സിഡന്റ് കുഴപ്പമില്ലാതെ ഓടിക്കും. ഇടയ്ക്ക് ലൈസൻസ് എടുത്തിട്ട് ഇരിക്കാനും വരെ ഓടിക്കറിയോ? കഷ്ടം. എന്റെ വീട്ടിന്റെ താഴത്തുള്ള ചേട്ടൻ എനിക്ക് ആണോ കാറ്. ഒരു സിനിമ ഞാൻ തെലുങ്ക് ഒരു മൂവി ചെയ്തിരുന്നു, ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ആ സിനിമയ്ക്ക് അവർ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണം, സ്കൂട്ടറും കാറും പഠിക്കണം. അപ്പൊ ഞാൻ കപ്പിൾ ഇയേഴ്സ് ബാക്ക് തന്നെ പഠിച്ചു വെച്ചിരുന്നു. ഒരു ബേസിക് ആയിട്ട് ആ സിനിമയിൽ വണ്ടി കൊണ്ടേ ക്രാഷ് ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ക്രാഷ് ചെയ്യാനുള്ള രൂപത്തിലെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എളുപ്പമാണ്. ഇല്ല, പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ലാതെ പഠിച്ചു കേട്ടോ. അങ്ങനെ പഠിച്ചു വന്നതാണ്. പക്ഷെ എന്നാലും ഇനി പോയിട്ട് ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസ് എടുക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഒരു 10 days വേണം. അതെനിക്ക് കിട്ടിയിട്ടല്ലേ ഇത്. അത് കിട്ടുമ്പോ പോയെടുക്കും ഞാൻ. പിന്നെ ഒരു പറപ്പിക്കലാണ് നിങ്ങളുടെ. അത് കഴിഞ്ഞ പിന്നെ വീട്ടിലിരിക്കലൊന്നുമില്ല. ഓക്കെ. ഏട്ടൻ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാ? ഞാൻ എന്റെ ചേട്ടനെ പഠിപ്പിക്കാൻ നോക്കി, പക്ഷെ മുട്ടൻ അടിയാ ഞങ്ങൾ തമ്മില്. അന്നത്തോടെ തീരുമാനിച്ചു സിറ്റുവേഷൻ. ഏട്ടനാണ് സ്കൂട്ടർ പഠിപ്പിച്ചത്. അതന്നെ എങ്ങനെയാണ് നമ്മളൊന്ന് പഠിച്ചു വരുന്നതിന്റെ ക്ഷമ ഇവർക്കില്ല. അപ്പൊ തന്നെ ഭയങ്കര ദേഷ്യം. എന്റെ ചേട്ടൻ ഇങ്ങനെ തന്നെയാ, ഭയങ്കര അടിയായിരുന്നു ഞങ്ങൾ തമ്മിൽ. അവസാനം അമ്മ പറഞ്ഞു, നീ പഠിപ്പിക്കണ്ട, ഇവിടെ വേറെ ആളെ നിർത്തി പഠിപ്പിക്കാന്ന് പറഞ്ഞു. എന്റെ അമ്മയും സെയിം സംഭവം പറഞ്ഞിട്ടുണ്ട്. കാർ അതുകൊണ്ടാണ് ലിറ്ററലി സെയിം സിറ്റുവേഷൻ. പക്ഷെ സ്കൂട്ടർ ഏട്ടൻ എനിക്ക് പഠിപ്പിച്ചു തന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ പറയണേ. ഓക്കെ. ഇപ്പൊ എന്താ ഒരു ഇന്റർവ്യൂല് ഞാൻ ഏട്ടനെ പറ്റി ഇത്ര സംസാരിച്ചിട്ടില്ല. ഏട്ടനോട് ഉള്ളതുകൊണ്ടാണ് അത്. ഞാൻ കഴിയുമ്പോ എന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ മതി. നിങ്ങളെ തല്ലുപിടിക്കാറുണ്ടാ രണ്ടുപേരും? ചെറിയ കുട്ടികളോ തല്ലുപിടിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരേ ലെവൽ ഓഫ് മെച്ചോറിറ്റി ഒക്കെ എത്തിയുണ്ട്. അങ്ങനെ തല്ലുപിടിക്കാറുണ്ട് ഇല്ല. ഓക്കെ. ബെസ്റ്റ് ഫാൻ മൊമെന്റ്? ബെസ്റ്റ് ഫാൻ മൊമെന്റ് എന്നെ കണ്ട ആൾക്കാർ കരയുമ്പോ എനിക്ക് ഭയങ്കര കരഞ്ഞിട്ടുണ്ടോ? എപ്പോഴായിരുന്നു അത്? ഏതെങ്കിലും ഒരെണ്ണം പറയൂ. ഐ തിങ്ക് ക്വീന്റെ ഷൂട്ട് സമയത്ത് വിശ്വാസം കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നപ്പോൾ ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. ബേസിക്കലി ആ വിശ്വാസത്തിൽ ആ ഫാദർ ഡോട്ടർ ബോണ്ട് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. സോ അത് ആൾക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയി. അതുകൊണ്ട് വന്ന് കരഞ്ഞ് ഭയങ്കര വലിയ ഫാനാണെന്ന് പറഞ്ഞു. വെരി സ്വീറ്റ്. ഇപ്പൊ നമ്മുടെ മറ്റേ ഉണ്ണിച്ചാന്റെ മാളികപ്പുറം മൂവിയിലും അവളെ കല്ലൂനെ അവളെ കാണുമ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. എനിക്കിപ്പോ അത് പറയുമ്പോ അത് ഓർമ്മ വന്നെ. ഓക്കെ. ഇപ്പൊ എന്താ ആലോചിച്ചേ? ഈ സെക്കൻഡിൽ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? ഞാൻ എന്റെ മൈൻഡ് എൻറ്റയർലി ബ്ലാങ്ക് ആയി. ഒന്നും ആലോചിച്ചില്ല? ഇല്ല. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. ഇപ്പൊ കരഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് ഇടയ്ക്ക് ഒരു ടാസ്ക് ചെയ്യാം. കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ കണ്ണും നോക്കി ആരാണ് അധികം ബ്ലിങ്ക് ചെയ്യണേന്ന് നോക്കാം. അയ്യോ, ഞാൻ എന്തായാലും നോക്കോ? ഇല്ല, വാ ജസ്റ്റ് ട്രൈ. കാര്യം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഫേക്ക് ഐലാഷ് ഒട്ടിക്കുന്ന പരിപാടിയല്ലേ, അത് കൊട്ടിച്ച് വന്നിരിക്കും. ലൈക്ക് അതൊന്നും സാരില്ല, ഭയങ്കര ന്യായീകരണങ്ങളൊക്കെ. ഓണസ്റ്റ്ലി ഒരു ഇഷ്ടമാണത്. അടയ്ക്കും, ഉറപ്പാണോ? എന്തായാലും ട്രൈ ചെയ്യാം നമുക്ക്. ജസ്റ്റ് ചിരിക്കല്ലേ? അയ്യോ, എനിക്ക് കണ്ണടയ്ക്കാൻ വരുന്നു. അയ്യോ, ഹോൾ പോയിന്റ് ഓഫ് ദി ഗെയിം കണ്ണടയ്ക്കാതിരിക്കാൻ.
താഴത്തൊന്നും പോയില്ല. ഞാൻ വെച്ചു പ്ലേറ്റിന്റെ പൈസ കൊടുത്ത് പോണായിരിക്കും. അതെന്താന്നറിയോ, എനിക്ക് വയ്യാത്തോണ്ടാ. എനിക്ക് ഞാൻ കുറച്ചേരം കൂടെ നിന്നേനെ. എനിക്കും ജലദോഷം പനിക്കായിരുന്നു. അയ്യോ, എന്നാലും ഞാൻ വിചാരിച്ച ഞാൻ കുറച്ചേരം കൂടെ നിക്കുന്നു. വേണ്ടായിരുന്നു. ഓക്കെ. ഇതെങ്ങനെയാണ് ഇതിലേക്ക്? നല്ല ചുമയും നല്ല ജലദോഷം. ഞാൻ ഇതൊക്കെ കഴിച്ചല്ലേ? ഇതിന്റെ ഇടയിൽ വേറെ ഒക്കെ ഉണ്ടായിരുന്നോ? കഴിച്ചോ? ഫുൾ ഐസ്ക്രീമാണിത്. ഇതിന്റെ ടേസ്റ്റ് ആണ്. ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കഴിക്കണം. ഇത് വെറും ഐസ്ക്രീമാണ് ഫ്രണ്ടിലുള്ളത്. മുന്തിരി ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ? ഐസ്ക്രീം ചോക്ലേറ്റാ? ചോക്ലേറ്റിന് മുകളിൽ തിരുമ്പി ചോക്ലേറ്റ് ചിപ്സ് ഇട്ടാൽ അയ്യോ, ഇത് കൊള്ളാട്ടാ. എന്റെ അമ്മ ഇത് കണ്ട് എന്നെ ഓടിക്കും. ജലദോഷവും പനിയൊക്കെയാണ്. ഞാൻ ഐസ്ക്രീം അല്ലാത്ത ഭാഗം കിട്ടാൻ നോക്കാണ്. വരുന്നത് ഫുൾ ഐസ്ക്രീമാണ്. ഇത് മാറ്റും. ദൈവമേ, സ്പൂൺ കുടുങ്ങി ഗൈസ്. കിട്ടിയോ? എന്തോ സൗണ്ട് കേട്ടോ. എന്താ കിട്ടിയ? പിസ്ത, ബദാം, ആമിഡ്. അതാ എനിക്ക് വയ്യത്തോണ്ട് ഞാൻ അധികം തണുപ്പ് കഴിക്കുന്നില്ല. സെയിം, എനിക്ക് വയ്യ. വയറ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പെപ്പർ ബൈറ്റിന്റെ കുറെ സംഭവങ്ങൾ നമ്മളിപ്പോ കഴിച്ചല്ലോ. ഏതാ ഏറ്റവും ഇഷ്ടമായത്? ഏറ്റവും ഇഷ്ടമായത് ആ ചിക്കനും പ്രോൺസും. നല്ല രസമുണ്ടായിരുന്നു. ഈ കറിയും നല്ലതാണ്. അത് ഞാൻ പിന്നെ കഴിച്ചു നോക്കിയില്ല. പക്ഷെ അത് ഇഷ്ടമല്ലല്ലോ കഴിക്കാൻ. അതെന്താണ് അങ്ങനെ ഒരു എക്സ്പ്രഷൻ? കക്ക ഫാൻസ് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ശരിയാക്കും. സോറി. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തൊക്കെ കഴിഞ്ഞ് നീ ഇങ്ങനെ വെറുതെ പറയല്ലേ. ട്രൈ ചെയ്ത എനിക്ക് കഴിക്കുമ്പോ ഒരു മണ്ണിന്റെ ഒക്കെ ചോയ ഫീൽ ചെയ്യും. അറിയില്ല. എനിക്ക് ഉണ്ടാക്കി ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഭയങ്കര അടിപൊളി കുക്കാണ്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുമ്പോ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കും. ഓക്കെ. കേക്ക് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കോ ചേട്ടാ? ഐ മേക്ക് കേക്ക്സ് റൈറ്റ്. ഇറങ്ങുമ്പോ അറിയാം. ഇപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ. ഒരു സമയത്ത് കോവിഡ് കഴിഞ്ഞപ്പോ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാനും അമ്മയൊന്നും കേക്ക് ഉണ്ടാക്കിയിരുന്നത്. കസിൻസിന്റെ ബർത്ത്ഡേസിനൊക്കെ കാണാൻ പുറത്തുനിന്ന്. കാരണം ഈ ഡെക്കറേഷൻ പരിപാടി യു നീഡ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. അത് പ്രോപ്പർ ആയിട്ട് വരാനായിട്ട്. അതപ്പോ അത്ര നിർത്തിയില്ല. പക്ഷെ ഫ്ലേവർ ഒക്കെ ഉണ്ടാവും. സംഭവം ഡെക്കറേഷൻ ഇച്ചിരി പ്രശ്നമായിരുന്നല്ലേ? അത് സംഭവം എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ട് യൂട്ടൻസിൽസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഒരു സ്പാച്ചിലും ഒരു കത്തി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്ത്. കാരണം സ്മൂത്ത് ആയിട്ട് ഫ്രോസ്റ്റിംഗ് വരണമെങ്കിൽ ആ ടേൺ ടേബിളും ഇതൊക്കെ വേണം. അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, പ്ലാൻ ബി ആയിട്ട് അത് വെച്ചോ. എന്തായാലും നന്നായിട്ട് ബേക്ക് ചെയ്യില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പ്ലാൻ ബി ആയിട്ട് ഇൻ അതർ ലൈഫ് മേ ബി ഒരു ബേക്കറി ഒരു കോഫി ഷോപ്പോ നടത്തി ഞാനിങ്ങനെ പോയേനെ. നത്തിങ് വർക്ക്സ് ഔട്ട്. ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ പ്രേമത്തിലെ നിവിൻ ചേട്ടന്റെ ആ ഒരു കഫേ പോലെ ഭയങ്കര അടിപൊളി സംഭവം. ഓക്കെ, പ്ലാൻ ബി അതെന്തായാലും സെറ്റ് ചെയ്ത്. എന്തായാലും കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണല്ലോ.